വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാർ കേക്കിൻ്റെ വീഡിയോ ആണ് ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. 1 കിലോഗ്രാം തൂക്കം വരുന്ന ബോയ്സിൻ്റെ ബർത്ത്ഡേക്കായിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ 1.25 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് അരിച്ച് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കണം. ഇനി മറ്റൊരു ബൗളിനകത്തേക്ക് ഒരു 3 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാരയും, പൊടിക്കാത്ത പഞ്ചസാരയാണ്. വേണമെങ്കിൽ നിങ്ങൾക്കത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായിട്ട് വരണം, അല്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറുതായിട്ട് ഒരു ഒട്ടുന്ന പോലെ ഉണ്ടാവും. അപ്പം പഞ്ചസാര നന്നായി തന്നെ അലിയിച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് മിൽക്കും ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ചേർക്കുന്നത്. ആദ്യത്തെ ബാച്ച് നന്നായി മിക്സ് ആയതിന് ശേഷം സെക്കൻഡ് ബാച്ച് ചേർത്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ബീറ്റർ വെച്ചും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ട് അത് ആദ്യമേ തന്നെ ഗ്രീസ് ആൻഡ് ഡസ്റ്റ് ചെയ്തെടുത്തതാണ്. ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ തൂവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ആക്കി വെച്ചിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഓവൻ അല്ലാതെ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യമേ നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം പ്രീ ഹീറ്റ് ആവാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ 180 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 35 മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ടുള്ള കേക്കാണിത്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ചൂടാറി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആ സമയത്തേക്ക് ഞാനിപ്പോൾ 1 കപ്പ് ക്രീം ഇവിടെ വിപ്പാക്കി എടുത്തിട്ട് കുറച്ച് ക്രീം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിനകത്തേക്ക് ബ്ലാക്ക് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് കളർ കിട്ടുന്നത് വരെ ഞാൻ ചേർക്കുന്നില്ല. ജസ്റ്റ് ഒരു ഗ്രേ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതൊരു ചെറുതായിട്ടുള്ളൊരു ആഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകും. ഇനി ഈ 2 ഭാഗവും നമുക്കിതിലെ ഡസ്റ്റൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഫസ്റ്റ് ലെയർ നന്നായി ഷുഗർ സിറപ്പ് വെച്ച് നനച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ കേക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് സെക്കൻഡ് ലെയറും നന്നായി തന്നെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റാക്കിയെടുക്കുക. ഇനി നമ്മൾ കേക്കിനെ ട്രിം ചെയ്തെടുക്കുകയാണ് നമ്മളെ കാറിൻ്റെ ഷേപ്പിലേക്ക്. അപ്പോൾ ഇതുപോലെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി സെയിം ആ പീസ് എടുത്തിട്ട് മറ്റേ ഭാഗത്ത് വെക്കുക. എന്നിട്ട് അതേ സൈസിൽ തന്നെ മറുഭാഗത്തു നിന്നും കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ 2 പീസും നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ
എൻഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് ഒട്ടും വേസ്റ്റ് ആവാതെ തന്നെ ഒരു കാറിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് സ്ക്വയർ കേക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കാറിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്നതൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് കേക്ക് ഒട്ടും തന്നെ വേസ്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഫാൻസി മോഡലിലുള്ള കാറാണ് ഉണ്ടാവുക. ഇതല്ലാതെ കാർ കേക്കിൻ്റെ മോൾഡ് തന്നെ വാങ്ങിക്കാൻ വെച്ചിട്ട് നമുക്ക് കാർ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് ഫൊണ്ടൻ്റ് ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു മോൾഡ് വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഞാൻ സെൻറ്ററിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഫിക്സ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ക്രീം കൂടെ വെച്ചിട്ട് വേണം മറ്റേത് വെക്കാനായിട്ട്. അത് ചെറിയ ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് ഇളകി പോവും. അപ്പോൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് തന്നെ വെച്ച് കൊടുക്കാം. അതുപോലെ നമ്മൾ ഇത് ജസ്റ്റ് കറക്റ്റായിട്ട് ഇതിൻ്റെ ആ സൈഡൊന്ന് ഇതുപോലെ അങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുന്നത് ഒന്ന് റൗണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്യുക. ആ പീസ് നമുക്ക് കളയണ്ട. ജസ്റ്റ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് മൊത്തം ക്രീം വെച്ച് കവർ ചെയ്യുമ്പോൾ അതവിടെ നല്ല സ്റ്റിക്കി ആയിട്ട് തന്നെ നിന്നോളും. അപ്പം കുറേശ്ശായിട്ട് ക്രീം വെച്ചിട്ട് വേണം ഇതുപോലെ നമ്മൾ പീസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ വെക്കാൻ. അതല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും. ഇനി നമുക്ക് മൊത്തമായിട്ട് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. കുറച്ച് തിക്കായിട്ടുള്ള കോട്ടിങ് തന്നെ കൊടുക്കുക. ക്രം കോട്ട് ചെയ്യുമ്പോൾ സാധാരണ കേക്കിൽ ചെയ്യുന്നതിനെക്കാട്ടിലും തിക്കായിട്ടുള്ള കോട്ടിങ് കൊടുക്കാം. എല്ലാ വശത്തും ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ കേക്ക് ഞാൻ നന്നായി തന്നെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വൈറ്റ് ക്രീം ഞാനൊരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ 0 ആണ് ടിപ്പ് വെച്ചിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതുപോലെ ഒരു ബോർഡർ വരച്ച് കൊടുക്കുക. നമ്മൾ ഗ്ലാസ്സൊക്കെ വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. ഇത് നമ്മൾ ലാസ്റ്റ് ഇത് ശരിക്ക് തെളിഞ്ഞ് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ഐസിങ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്യാണ്. വൈറ്റ് ക്രീം വെച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് കേക്ക് കവർ ചെയ്യുന്നത് ആഷ് കളർ ക്രീം വെച്ചിട്ടാണ്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്തതിൻ്റെ പുറത്തൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ക്രീം വെച്ചിട്ട് ചെറിയ ഡോട്ട്സ് വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ടിപ്പ് നമ്പർ 17 ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കളർ ക്രീം വെച്ചിട്ട് മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കുക. നമ്മൾ ബോർഡർ വരച്ചിട്ടുള്ള ഗ്ലാസിൻ്റെ അതുപോലെ ഇതിൻ്റെ പോർഷൻ അല്ലാത്ത ഭാഗം മൊത്തം നമ്മൾ കവർ ചെയ്തെടുക്കുക. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് വൈറ്റ് ക്രീമാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഞാൻ മുഴുവനായിട്ടും തന്നെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു പിന്നിൽ ഞാൻ നേരത്തെ ഒരു ചെറിയൊരു നമ്പർ പ്ലേറ്റ് പോലെ ഒന്ന് മാർക്ക് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പം കേക്ക് മുഴുവനായിട്ടും ഞാൻ ഇവിടെ ഐസിങ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു റൗണ്ടിലുള്ള ഇതിപ്പോൾ ഒരു മരുന്നിൻ്റെ ഒരു അടപ്പാണ്. അപ്പോൾ ഇതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ആ ചക്രത്തിൻ്റെ ആ ഒരു ഭാഗം റൗണ്ടിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു വീൽസ് വരുന്ന ഭാഗം റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഒരു ഭാഗവും ഇത് വൈറ്റ് ക്രീം വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ മുഴുവനായിട്ടും ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു പോർഷൻ്റെ ഉള്ളിൽ നമ്മൾ വൈറ്റ് ക്രീം തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ക്രീമിൻ്റെ കളർ ചേർക്കുന്നതോ അപ്ലൈ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക. ജസ്റ്റ് ഇത് ചെയ്യുന്ന ഒരു ഐഡിയ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ വൈറ്റ് ക്രീം വെച്ചിട്ട് സെയിം ടിപ്പ് വെച്ചിട്ട് തന്നെയാണ് വൈറ്റ് ക്രീം വെച്ചിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫില്ല് ചെയ്തെടുത്തു. മൊത്തമായിട്ട് വൈറ്റ് ക്രീം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കേക്ക് ഒരു ഐസിങ് ചെയ്ത് കഴിഞ്ഞ ഈ കേക്ക് നമ്മൾ ഒരു ബോർഡിലേക്ക് മാറ്റുകയാണ്. നമ്മളിത് നേരത്തെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടായിരുന്നു ചെയ്തുള്ളത്. ഇനി നമ്മൾ കേക്ക് ബോർഡിലേക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. 2 സ്പാച്ചില വെച്ചിട്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ലിഫ്റ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഓഫ്സെറ്റ് സ്പാച്ചില വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഞാൻ ബോർഡിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഭാഗത്ത് ക്രീം തെന്നിപ്പോയിട്ടുണ്ട് അതൊക്കെ മാറ്റിയെടുക്കാം. ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ക്രീമിൽ കുറച്ചുകൂടെ ബ്ലാക്ക് കളർ ചേർത്തിട്ട് നല്ല ബ്ലാക്ക് ക്രീമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വൈറ്റ് കളർ വെച്ച് വരച്ചിട്ടുണ്ടായിരുന്ന ആ ബോർഡർ ഈ ബ്ലാക്ക് ക്രീം വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ക്രീമിന് പകരം നിങ്ങൾക്ക് ഗണേഷ് വെച്ചിട്ടും ഇതുപോലെ ബോർഡറൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഒരു ഫാൻസി ടൈപ്പിലുള്ള കാർ കേക്കാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.